ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरू दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ കുറച്ച് ആഴ്ചകളിലായിട്ട് ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നുള്ള കുറച്ച് ശ്ലോകങ്ങൾ പഠിക്കുന്നു. കൂട്ടത്തിൽ നമ്മൾ അതുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള കഥകൾ ശ്രീമദ് ഭാഗവതത്തിൽ നിന്നും മറ്റുള്ള പുരാണങ്ങളിൽ നിന്നും ശാസ്ത്രങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ കഥകളാണ് നമുക്കെപ്പോഴും പ്രോത്സാഹനം തരുന്നത്. കാര്യം കഥ എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ലീലകൾ മാത്രമല്ല, അതിൽ ഭഗവാന്റെ ഭക്തരും കൂടെയുണ്ട്. ഭഗവാന്റെ ലീല കേൾക്കുവാൻ നല്ല സുഖമാണ്, ഇഷ്ടമാണ് നമുക്ക്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ ഭക്തരുടെ സ്റ്റോറിയും കൂടെ വേണം, അല്ലേ? അപ്പോഴാണത് പൂർണ്ണമാവുന്നത്. എങ്ങനെയാണോ ശാസ്ത്രങ്ങളിൽ പറയുന്ന തത്വങ്ങളും ശാസ്ത്രങ്ങളിൽ പറയുന്ന നിയമങ്ങളും അല്ലെങ്കിൽ നിശ്ചിതമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ ശാസ്ത്രങ്ങളിലൂടെ പഠിക്കുന്നു. എന്നാൽ അത് എങ്ങനെ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്കത് ഫോളോ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഭക്തരുടെ ചരിത്രം പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഭക്തചരിത്രം ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഒരുപാടുണ്ട്. അതല്ലാതെയും മറ്റുള്ള ശാസ്ത്രങ്ങളിൽ നിന്നും നമുക്ക് മറ്റുള്ള പുസ്തകങ്ങളിൽ നിന്നൊക്കെ വായിച്ചറിയാൻ സാധിക്കും നമുക്ക്. അപ്പോൾ അതെല്ലാമാണ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ തരുന്നത്. ആരെങ്കിലും ചെയ്തത് കാണുമ്പോൾ അതേപോലെ ചെയ്യുവാൻ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു
ആഗ്രഹം വരുന്നു, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നു, അല്ലേ? സോ ശ്രീമദ് ഭാഗവതം പഠിക്കുന്നതും ഭഗവത്ഗീത പഠിക്കുന്നതും ഒക്കെ, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നതും, ഇതെല്ലാം ആക്ച്വലി നമ്മൾ കേട്ട് അത് ആസ്വദിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, ശരിയാണ്. കൃഷ്ണകഥ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ആനന്ദം തരുന്നു. എന്നാൽ അത് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ആനന്ദം എപ്പോഴും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടി വരും. കേൾക്കുന്ന സമയത്ത് ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, സന്തോഷമുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്, അല്ലേ? അപ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ്, അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, സമയം നമ്മൾ ഏത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതൊക്കെ ശാസ്ത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതൊക്കെ. സോ അതൊക്കെ കേൾക്കുന്നതും പഠിക്കുന്നതും അത് ഫോളോ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഉദ്ദേശം നമ്മുടെ പരിവർത്തനമാണ്. ഇന്നലെ നമ്മൾ എങ്ങനെയായിരുന്നു, ആ ഒരു ഞാനാവരുത് ഇന്ന്. നമ്മളതിൽ നിന്ന് ഇമ്പ്രൂവായി വരണം. ആധ്യാത്മിക പാതയിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തിലാവട്ടെ, നമ്മുടെ സഹിഷ്ണുതയാവട്ടെ, വിനയമാവട്ടെ, ഭക്തിയാവട്ടെ, സാഹചര്യങ്ങളെ നേരിടുന്ന ആ ഒരു അവസ്ഥയാവട്ടെ, ഇതെല്ലാം ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരേണ്ടതാണ്. അതാണ് ആക്ച്വലി ശാസ്ത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണ്ടി ഭഗവാൻ ഇതെല്ലാം തന്നിട്ടുള്ളത് നമ്മളെ നേരായിട്ടുള്ളൊരു വഴിയിൽ കൊണ്ടുവന്ന് അവസാനം ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. കാര്യം ഇപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശരിയായിട്ടുള്ള പാതയിലല്ല. ഒരുപാട് കാലങ്ങൾ നമ്മളിവിടെ ഈ ഒരു ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷം ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ നമ്മൾ ഓടി നടന്ന് നമ്മൾ ഭഗവാനെ മറന്നു. ഭഗവാനെ മറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശരി എന്താണെന്ന് നമുക്കറിയില്ല, തെറ്റാൻ എന്താണെന്ന് അറിയുന്നില്ല, തിരിച്ചറിവില്ല. നമുക്ക് അജ്ഞതയിലാണ്, അന്ധകാരത്തിലാണ് നമ്മൾ ഓരോരുത്തരും, അവിദ്യയിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ആരാണെന്നറിയില്ല, നമ്മുടെ ഈ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയില്ല, ഒന്നും അറിയാതെ അന്ധകാരത്തിൽ നടക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി, അതിൽ നിന്ന് നമുക്ക് ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വരാൻ വെളിച്ചമായിട്ട് വരുന്നതാണ് ഈ ശാസ്ത്രങ്ങൾ. അതുകൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാര്യം അതിനു വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്, അല്ലാതെ ഇത് കേൾക്കുക എന്നുള്ളതല്ല. കേട്ടു, മനസ്സിലാക്കി, അത് ഫോളോ ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ ഇത്രയും നിർദ്ദേശങ്ങൾ ഭഗവാൻ പറയുന്നത്, അർജുനനോട് പറയുന്നത്, അർജുനനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അർജുനൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇത്രയും പറയുന്നത്. എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. എന്താണ് ചെയ്യേണ്ടത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്കുള്ള നിർദ്ദേശങ്ങളാണ്, നമുക്കുള്ള ഉപദേശങ്ങളാണ്. ഭഗവത്ഗീതയിലാവട്ടെ, ഭാഗവതത്തിലാണെങ്കിലും പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാം ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതായിട്ട്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അർജുനനോട് പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു ഭക്തരോട് പറഞ്ഞു. ഭാഗവതത്തിൽ 11ാമത്തെ സ്കന്ധത്തിൽ ഉദ്ധവരോട് പറയുന്നുണ്ട്. ഉദ്ധവഗീത എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട്. ആക്ച്വലി ഭഗവത്ഗീതയുടെ ഒരു അഡ്വാൻസ്ഡ് ഒരു സെക്ഷനാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഉദ്ധവഗീതയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്ന തത്വങ്ങളും കൂട്ടത്തിൽ അതല്ലാതെ എക്സ്ട്രാ കുറേ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരുപാട് ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റാണ്. അവിടെ ഉദ്ധവരോട് ഇതേപോലെ നിർദ്ദേശങ്ങൾ ഉദ്ധവർക്ക് കൊടുക്കുന്നു. അതേപോലെ മറ്റുള്ള വേറെ ഭാഗവത്തിലെ സെക്ഷൻസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ ശരിക്കും നേർവഴിക്ക് നയിക്കാനുള്ളതാണ് ശാസ്ത്രങ്ങൾ. അത് നമ്മൾ മനസ്സിലാക്കണം. ശാസ്ത്രങ്ങളുടെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്യുമ്പോഴാണ് അതിൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നതിനൊന്നും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ 1 മണിക്കൂർ സമയം നമ്മൾ കേൾക്കുന്നു, ശരി, കുറേ കഥകൾ കേൾക്കുന്നു, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ഭഗവാന്റെ ലീലകളായിരിക്കാം, ഒക്കെ ശരിയാണ്. അല്ലെങ്കിൽ ഭക്തരുടെയും ഭഗവാനും തമ്മിലുള്ള ലീലകളായിരിക്കാം, കഥകളായിരിക്കാം, ഭക്തചരിത്രമായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരും നമ്മളോട് തന്നെ അവനവനോട് ചോദിക്കേണ്ട ചോദ്യമാണ്.
എനിക്ക് ഈ ഒരു കഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു തത്വത്തിൽ നിന്ന് ഇന്ന് പഠിച്ച കാര്യത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത് പ്രയോഗിക്കും, എങ്ങനെ ഞാനത് ഫോളോ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഇതാണ് സത്സംഗത്തിൻ്റെ ഉദ്ദേശം. സത്സംഗം എന്ന് പറയുമ്പോൾ അത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളതല്ല, ട്രാൻസ്ഫർമേഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ കേൾക്കുന്നു, ചിലപ്പോൾ കുറേ ശ്ലോകങ്ങൾ നമ്മൾ പഠിക്കുമായിരിക്കും കാണാതെ. പക്ഷേ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെങ്കിൽ, നമ്മളതിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് പരിവർത്തനമില്ല, ട്രാൻസ്ഫോർമേഷനില്ല. ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അവിടെ പോയി നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഈ ഭൗതിക ലോകം വിട്ട് നമുക്ക് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ടായി, ഒരുപാട് അറിവുണ്ട് എന്ന് പറഞ്ഞതൊന്നും കാര്യമില്ല. നമ്മൾ ആ കേട്ട അറിവുകളോടുകൂടി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ? നമ്മുടെ ശുദ്ധീകരണം നടന്നിട്ടുണ്ടോ? നമ്മുടെ പരിവർത്തനം നടന്നിട്ടുണ്ടോ? ആ ഭഗവത് ഭക്തി നമ്മുടെ ഹൃദയത്തിൽ ശരിക്കും വന്നിട്ടുണ്ടോ, ഉദിച്ചിട്ടുണ്ടോ? അതനുസരിച്ചിട്ടാണ് അങ്ങോട്ട് പ്രവേശനം കിട്ടുന്നത്. എത്രമാത്രം ഇൻഫർമേഷൻ കളക്ട് ചെയ്തു എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന, ഒരാഴ്ചയിലും പഠിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ നോക്കുക എന്നുള്ളതാണ് ഈ എളിയ സേവകൻ്റെ അഭ്യർത്ഥന. ഇത് എനിക്കും കൂടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളുടെ അതേ സ്ഥാനത്ത് തന്നെയാണ് ഞാനും ഇരിക്കുന്നത്. പ്രത്യേകിച്ചും ഇവിടെ പറയുന്നു എന്നുള്ളത് കൊണ്ട് അത് പൂർണ്ണമാവുന്നില്ല. നമ്മളെല്ലാവർക്കും ഒരേപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചു, 9-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകം പഠിച്ചിരുന്നു. യത് കരോഷി യത് അസ്നാസി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത്, ആ ഒരു തത്വം നമ്മൾ പഠിച്ചു. രണ്ടാമത്തെ ശ്ലോകം നമ്മൾ പഠിച്ചത് 3-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ്. യജ്ഞശിഷ്ടാശിനോ സന്തോ, അല്ലേ? ആ ശ്ലോകം പഠിക്കുന്നു. അതായത് ഭഗവാന് ഭക്ഷണം, നൈവേദ്യം സമർപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവാനെ സമർപ്പിക്കുക എന്നുള്ളത്, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സമർപ്പിക്കുക എന്നുള്ളതാണ് അന്ന് പഠിച്ചത്. അപ്പോൾ അത് നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതേപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഭഗവാനെ സമർപ്പിച്ച് മഹാപ്രസാദം കഴിക്കുക എന്നുള്ളത് ഭഗവാൻ പഠിപ്പിക്കുന്നു 3-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിലൂടെ. അപ്പോൾ അത് നമ്മൾ എത്രമാത്രം ഫോളോ ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ 2 കാര്യങ്ങൾ എത്രമാത്രം ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുക. ഇന്ന് അതേപോലെ വേറൊരു മെസ്സേജുമായിട്ടാണ് ഭഗവാൻ വരുന്നത്. അധ്യായം 6 ശ്ലോകം 17 ഭഗവത്ഗീത. മനോഹരമായിട്ടുള്ള ശ്ലോകം, വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ആക്ച്വലി ഭഗവാൻ പറയുന്നു, ഈ ഒരു ശ്ലോകത്തിൽ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആധ്യാത്മിക ജീവിതവും അതേപോലെ തന്നെ നമ്മുടെ ഭൗതിക ലോകത്തിൽ ഇവിടെ നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ ജീവിക്കുന്നതും എല്ലാത്തിനും ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു റെഗുലേഷൻ വേണം എന്നുള്ളത്, എല്ലാത്തിനും ഒരു നിയന്ത്രണം വേണം എന്നുള്ളതാണ് ഭഗവാൻ ഈ ഒരു ശ്ലോകത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട വേണം, ഡിസിപ്ലിൻ വേണം, ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യ എന്ന് പറയുന്നത് എങ്ങനെയാവണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് ഈ ഒരു ശ്ലോകത്തിൽ. നമുക്ക് പഠിക്കാം. ശ്ലോകം 17 അധ്യായം 6. പുസ്തകമുള്ളവർക്ക് കയ്യിലെടുക്കാം. ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 6:17 യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു സ്വപ്നാവബോധസ്യ യോഗ ഭവതി ദുഃഖഃ. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ശ്ലോകം വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക്
ഓരോരുത്തരായിട്ട് വായിക്കുക. ഹരേ കൃഷ്ണ. ഭഗവാൻ വിജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേതസ്യ കർമ്മസു ചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ശ്രീല ഭഗവാൻ കി ജയ്. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്ത ഹരേ കൃഷ്ണ. ഓരോരുത്തരായിട്ട് വായിക്കൂ. ഓക്കെ, ശ്യാമള മാതാജി ആദ്യം വായിക്കൂ. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. താങ്ക് യു, വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. താങ്ക് യു. വിദ്യ മാതാജി വായിക്കൂ. വിദ്യ മാതാജി. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ മാതാജി, കേൾക്കുന്നില്ല. ഇന്റർനെറ്റ് യോഗോ ഭവതി ദുഃഖം. വായിക്കട്ടെ പ്രഭു? ഇപ്പൊ കേൾക്കാം. നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഒരു പ്രാവശ്യം കൂടെ വായിക്കൂ. ഓക്കെ. അധ്യായം 6 ശ്ലോകം 17. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. അംബിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. താങ്ക് യു. ഇനി ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യുക്തഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ വായിക്കട്ടെ? പ്രഭു വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. അധ്യായം 6 ശ്ലോകം 17. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നസ്യ ബോധസ്യ യോഗോ ഭവതി ദ്വന്ദ്വഃ. ഹരേ കൃഷ്ണ. ദുഃഖഃ. ഹരേ കൃഷ്ണ പ്രഭുജി. യോഗോ ഭവതി ദുഃഖഃ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇന്ദുമുഖി മാതാജി വായിക്കൂ. ഹരേ കൃഷ്ണ.
युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य योगो भवति दुःखः. हरे താങ്ക് യു. कृष्ण प्रभु जी. ഹരേ കൃഷ്ണ. അമൃത മാതാജി വായിക്കൂ. അമൃത. ഓക്കെ. അന്തരംഗ യോഷധ മാത. हरे कृष्ण. युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य योगो भवति दुःखः. हरे कृष्ण. Thank you, താങ്ക് Prabhuji. യു. താങ്ക് യു. യെസ്, രാജീവ് ഹരേ പ്രഭു കൃഷ്ണ. വായിക്കൂ. യെസ്, ആ, വായിച്ചു. യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു യുക്തസ്വപ്നാവബോധസ്യ യോഗോ ഭവതി ദുഃഖഃ. താങ്ക് യു ഹരേ പ്രഭു. കൃഷ്ണ. വെരി ഗുഡ്. യെസ്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു പ്രഭുജി. അമൃത മാതാജി വായിക്കുന്നുണ്ടോ? युक्ताहारविहारस्य युक्तचेष्टस्य कर्मसु युक्तस्वप्नावबोधस्य योगो भवति दुःखः. ഓക്കെ, വെരി ഗുഡ്. ഇനി സോജി മാത വായിക്കുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു. എല്ലാവരും മനോഹരമായിട്ട് വായിച്ചു. പ്രധാനപ്പെട്ട ശ്ലോകമാണ്. നമ്മൾ എന്തുകൊണ്ട് ഇത്രയും ഭക്തർ വായിക്കുമ്പോൾ ഓരോരുത്തർ വായിക്കുമ്പോൾ നമുക്ക് നല്ലതാണ്, നമ്മൾ ആ ശ്ലോകം പഠിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞ 2 ശ്ലോകങ്ങൾ ഓൾറെഡി നിങ്ങളെല്ലാവരും മനഃപ്പാഠമാക്കി എന്നുള്ളത്. ശ്ലോകം മനഃപ്പാഠമാക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യം, അതിൻ്റെ കൂട്ടത്തിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഇൻ കേസ് ശ്ലോകം നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള ഓർമ്മയില്ല, പഠിക്കുന്നത് മറന്നു പോകുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ സാരമില്ല, അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ഓർക്കുക, അത് നമുക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്. എന്നാൽ ശ്ലോകങ്ങൾ പഠിക്കാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, വീണ്ടും വീണ്ടും വായിച്ച് അത് എല്ലാ ദിവസവും റെഗുലർലി നമ്മൾ ആ ശ്ലോകം വായിച്ചാൽ, ഒരാഴ്ച വായിച്ചാൽ മതി. എല്ലാ ദിവസവും ഒരു 5 പ്രാവശ്യം വെച്ച് അങ്ങനെ ഒരാഴ്ച വായിച്ചു നോക്കൂ. 7ാമത്തെ ദിവസം കാണാതെ നമുക്ക് വരും ഓട്ടോമാറ്റിക്കലി. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഹാബിറ്റ്സ് വരുന്നത്? ഈ ശ്ലോകം പറയുന്നത് ഹാബിറ്റിനെ കുറിച്ചാണ് ബേസിക്കലി. അതുമായിട്ട് കണക്ഷൻ ഉണ്ട്. വീണ്ടും വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ, വീണ്ടും വീണ്ടും നമ്മൾ ചൊല്ലുമ്പോൾ അത് തനിയെ മനഃപ്പാഠമായി മാറും. അത് എത്ര പ്രായമായിട്ടുള്ളവർക്ക് പോലും അത് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ശ്ലോകങ്ങൾ ഒരേ സമയത്ത് നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല, എന്നാൽ ഓരോന്നായിട്ട് എടുക്കുക, അതാണ്. അതായത് എന്ത് ചെയ്യുമ്പോഴും അത് ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് എടുത്ത് നമ്മൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക, പിന്നെ അടുത്തേക്ക് പോവുക. അങ്ങനെ പിന്നെ പഠിച്ച ശ്ലോകങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ആക്ച്വലി 2 ആഴ്ച കൂടുമ്പോൾ ഒരു ശ്ലോകമാണ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് ആ 2 ആഴ്ച സമയമുണ്ട് ആ ശ്ലോകം പഠിക്കാൻ വേണ്ടി. അപ്പോൾ 9:27 3:13 എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. പഠിച്ചിട്ടുള്ളവർ അതെന്നും ഡെയിലി ഭഗവാന്റെ മുമ്പിൽ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. അത് നമ്മുടെ ഡെയിലി പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പഠിക്കുന്ന ശ്ലോകങ്ങളോട് ആഡ് ചെയ്യുക, നല്ലൊരു കാര്യമാണ്. ഇനി ഒരുപാട് ശ്ലോകങ്ങൾ പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ശ്ലോകങ്ങളുണ്ടാവും. അപ്പോൾ ഒരുപാട് ശ്ലോകങ്ങൾ ഭഗവാന്റെ മുമ്പിൽ വെച്ച് ചൊല്ലുവാൻ സമയമുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോഴൊക്കെ പഠിച്ച ശ്ലോകങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ പല പല ടിപ്സ് ഉണ്ട് ശ്ലോകം പഠിക്കാൻ. അർത്ഥം മനസ്സിലാക്കണം. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് നമ്മൾ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് ഒരുപാട് ശ്ലോകങ്ങൾ ഒരേ സമയത്ത് പഠിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. നമ്മളിതേപോലെ 1 ആഴ്ച 2 ആഴ്ചയ്ക്ക് ഒരു ശ്ലോകം എന്നുണ്ടെങ്കിൽ ആക്ച്വലി അർത്ഥം മനസ്സിലാക്കുവാനും അത് പിന്നീട് അർത്ഥം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അല്ലെങ്കിൽ അത് പല വാക്കുകളും ഈവൻ സംസ്കൃതമാണെങ്കിലും സംസ്കൃതത്തിലെ പല വാക്കുകളും ഈവൻ മലയാള ലാംഗ്വേജുമായിട്ടും കുറേ കണക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാര്യം സംസ്കൃതമാണ് എല്ലാ ലാംഗ്വേജസിൻ്റെയും എല്ലാ ഭാഷയുടെയും അടിസ്ഥാനം, ഫൗണ്ടേഷൻ. സംസ്കൃതത്തിൽ നിന്നാണ് പിന്നീടുള്ള ഭാഷകളൊക്കെ വരുന്നത്. അതുകൊണ്ട് പല വാക്കുകളും മലയാളത്തിൽ നമ്മൾ സംസ്കൃതത്തിലെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ചേഷ്ട,
ആഹാര എന്നൊക്കെ പറയുന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിലെ വേർഡ് ടു വേർഡ് മീനിങ് ആരെങ്കിലും വായിക്കുക. അതേപോലെ തന്നെ വേറെ അടുത്ത ഡിവോട്ടി അല്ല അതേ ഡിവോട്ടി തന്നെ വിവർത്തനം കൂടെ വായിക്കുക. മൂന്നാമത്തെ ആൾ ഭാവാർത്ഥം വായിക്കുക. ഭഗവത്ഗീത യഥാരൂപത്തിൽ നിന്ന്. ഓക്കെ. യെസ് യെസ് വരൂ വായിക്കൂ. ഹരേ കൃഷ്ണ. വായിച്ചോട്ടെ പ്രഭു. അതിന്റെ ഇത് മാത്രം അർത്ഥം, വേർഡ് ടു വേർഡ് മീനിങ് മാത്രം. ഓക്കെ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. യുക്താഹാര വിഹാരസ്യ, നിയന്ത്രിതമായ ആഹാര വിഹാരങ്ങളോട് കൂടിയവനായി. കർമ്മസ്യ, കർമ്മങ്ങളിൽ. യുക്തചേഷ്ടസ്യ, യുക്തമായ ചേഷ്ടകളോട് കൂടിയവനായി. യുക്ത സ്വപ്നാവബോധസ്യ, നിയന്ത്രിതമായ ഉറക്കവും ഉണർവും ഉള്ളവന്. യോഗ, യോഗം. ദുഃഖ, ദുഃഖനാശകരമായി. ഭവതി, ഭവിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ. വിവർത്തനം വായിക്കൂ അടുത്ത ആള്. ഹരേ കൃഷ്ണ. വിവർത്തനം. ആഹാരം, നിദ്ര, വിഹാരം, പ്രവൃത്തി എന്നിവയിൽ നിയന്ത്രണം പാലിക്കുന്നവന് യോഗ പരിശീലനം കൊണ്ട് സർവ്വദുഃഖങ്ങളും അകറ്റാൻ കഴിയും. ഹരേ കൃഷ്ണ. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ഒരാൾ ഭാവാർത്ഥം കൂടെ വായിക്കൂ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഭക്ഷണം, ഉറക്കം, പ്രതിരോധം, ലൈംഗിക വീഴ്ച എന്നീ ശാരീരിക ആവശ്യങ്ങൾ അമിതമായാൽ യോഗ പരിശീലന പുരോഗതിക്ക് വിഘ്നം ചെയ്യും. ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണപ്രസാദം മാത്രം ഭക്ഷിക്കുന്ന പതിവ് കൊണ്ട് നിയന്ത്രണം സാധ്യമാവും. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പച്ചക്കറികൾ, പുഷ്പങ്ങൾ, ഫലങ്ങൾ, ധാന്യങ്ങൾ, പാൽ മുതലായവ ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ കൃഷ്ണാവബോധമാർന്ന ഭക്തൻ മനുഷ്യഭോജ്യമല്ലാത്തതോ സാത്വിക ദ്രവ്യങ്ങളിൽ പെടാത്തതോ ആയ ആഹാരം ഉപയോഗിക്കാതിരിക്കുന്നതിന് തനിയെ പരിശീലിക്കുന്നു. ഇനി ഉറക്കത്തിന്റെ കാര്യത്തിലാകട്ടെ, കൃഷ്ണാവബോധ പ്രേരിതങ്ങളായ പ്രവൃത്തികൾ നിറവേറ്റുന്നതിൽ എപ്പോഴും ജാഗരൂകനായ അയാൾ അനാവശ്യമായി ഉറങ്ങുന്നത് വലിയൊരു സമയനഷ്ടമായിട്ടാണ് കരുതുക. അവ്യർത്ഥകാലത്വം. തന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിമിഷം പോലും ഭഗവത് സേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഭക്തന് ദുസ്സഹമത്രേ. അതുകൊണ്ട് അയാൾ ഉറക്കം ആവുന്നത്ര കുറയ്ക്കും. ഇതിന് മാതൃകയാണ് ശ്രീല രൂപ ഗോസ്വാമി. അദ്ദേഹം ദിവസത്തിൽ 2 മണിക്കൂറിലധികം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ അതും കൂടി ഒഴിവാക്കി കൃഷ്ണനെ സേവിക്കുന്നതിൽ തന്നെ മുഴുകി ആനന്ദിക്കും. ഹരിദാസ് താക്കൂർ ആകട്ടെ തന്റെ ജപമാലയെ 3 ലക്ഷം തവണ കൃഷ്ണനാമം ഉച്ചരിച്ച ശേഷമേ ഓരോ ദിവസവും പ്രസാദം സ്വീകരിക്കുകയോ ഉറങ്ങുകയോ ചെയ്യാറുള്ളൂ. പ്രവൃത്തിയെ സംബന്ധിച്ച് നോക്കിയാൽ കൃഷ്ണാബോധമാർന്ന ഒരാൾ കൃഷ്ണന്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളിൽ മാത്രമാണ് ഏർപ്പെടുക. അതുകൊണ്ട് ആ പ്രവൃത്തി നിയന്ത്രിതവും ഇന്ദ്രിയേച്ഛയുടെ മാലിന്യം തീണ്ടാത്തതുമായിരിക്കും. ഇന്ദ്രിയ സന്ദർപ്പണത്തിന്റെ പ്രശ്നമില്ലാത്തതുകൊണ്ട് അയാൾക്ക് ഭൗതിക വിശ്രമവും ആവശ്യമാകുന്നില്ല. വാക്കിലും കർമ്മത്തിലും ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ശാരീരികമായ ഏതൊരു പ്രവർത്തനത്തിലും നിയന്ത്രണം പാലിക്കുന്നതിനാൽ അയാൾക്ക് ഭൗതിക ദുഃഖങ്ങളില്ല തന്നെ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. അതിമനോഹരമായിട്ടുള്ള ശ്ലോകം. ഭഗവാൻ നമുക്ക് തരുന്ന അടുത്ത നിർദ്ദേശമാണ്, അടുത്ത ഇൻസ്ട്രക്ഷനാണ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് അദ്ദേഹം പറയുന്നത്? യുക്താഹാര വിഹാരസ്യ. യുക്ത എന്ന് പറഞ്ഞാൽ എന്താണ്? യുക്ത എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ചിട്ട കൊണ്ടുവരിക, ഒരു കൺട്രോൾ കൊണ്ടുവരിക, അതാണ് യുക്ത എന്ന് ഉദ്ദേശിക്കുന്നത്. യുക്ത. അപ്പോൾ എന്തിലാണ് കൺട്രോൾ കൊണ്ടുവരാൻ പറയുന്നത് ഭഗവാൻ? ആഹാര. ആദ്യം പറയുന്നു ആഹാരത്തിൽ, കഴിക്കുന്ന ഭക്ഷണത്തിൽ. കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിക്കുന്ന ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറയുന്നത് കഴിക്കുന്ന ഭക്ഷണം എന്ത് ഭക്ഷണമാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം. 2, കഴിക്കുന്ന ക്വാണ്ടിറ്റിയും. എന്താ കഴിക്കുന്നത് എന്നുള്ളതും അതേപോലെ എത്ര കഴിക്കുന്നു എന്നുള്ളതും രണ്ടും വരുന്നു. രണ്ടിനും നിയന്ത്രണം വേണം. അങ്ങനെ നമുക്ക് തോന്നിയത് കഴിക്കാൻ പറ്റില്ല അല്ലേ? തോന്നിയ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? ഇല്ല, പാടില്ല. നമ്മളതാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത്, 3:13 പഠിച്ചത് അല്ലേ?
അപ്പോൾ ഭഗവാന് സമർപ്പിക്കാത്ത നൈവേദ്യം കഴിച്ചു കഴിഞ്ഞാൽ അതിന് എന്താണ് നമ്മൾ പഠിച്ചത്? പാപം കഴിക്കുന്നത് പോലെയാണ്. ആർക്കെങ്കിലും പാപം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ ഇവിടെ? ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടെങ്കിൽ കഴിച്ചോളൂ, ആഗ്രഹം ഇല്ലെങ്കിൽ കഴിക്കണ്ട. പാപം കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇനിയും പാപങ്ങൾ ചെയ്യണം, പാപങ്ങൾ ചെയ്തിട്ട് ഇനിയും എനിക്ക് അനുഭവിക്കണം, ദുഃഖങ്ങൾ അനുഭവിക്കണം, അതിനുള്ള ശിക്ഷ ലഭിക്കണം, നരകത്തിൽ പോകണം, അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ആർക്കും ആ ഒരു ആഗ്രഹം ഉണ്ടാവില്ല, അല്ലേ? അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ഇതാണ് ശാസ്ത്രം. ഈ ലോകം സൃഷ്ടിച്ചിട്ടുള്ളത് ഭഗവാനാണ്. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങൾ അദ്ദേഹത്തിനെ പോലെ വേറെ ആർക്കെങ്കിലും അറിയാൻ സാധിക്കുമോ? നമ്മളിരിക്കുന്ന ഈ ലോകം ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിൽ നിന്ന് വന്നിട്ടുള്ളത്. ബഹിരാംഗ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് 3 ശക്തികളാണ് പറയുന്നത്, അല്ലെങ്കിൽ 2 ശക്തികൾ ബേസിക്കലി പറയുകയാണെങ്കിൽ. അന്തരംഗ ശക്തി, ബഹിരാംഗ ശക്തി. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇന്റേണൽ എനർജി, എക്സ്റ്റേണൽ എനർജി എന്ന് പറയും. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ആധ്യാത്മിക ലോകം ഇരിക്കുന്നത്. അന്തരംഗ ശക്തിയിൽ നിന്നാണ് അദ്ദേഹം ആധ്യാത്മിക ലോകം, അത് അവിടെ ഉള്ളതും. അത് സൃഷ്ടി എന്ന് പറയാൻ സാധിക്കില്ല, കാര്യം ആധ്യാത്മിക ലോകം ശാശ്വതമായിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ആധ്യാത്മിക ലോകത്തിൻ്റെ സൃഷ്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ആധ്യാത്മിക ലോകം അവിടെ ഉള്ളതും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഇതെല്ലാം അവിടെ അതിനകത്തുള്ള അന്തേവാസികളും അവിടെയുള്ള ഭക്തരും ഇവരെല്ലാവരെയും നോക്കുന്നത്, അവരെല്ലാവരും വരുന്നത് ഈ ആന്തരിക ശക്തിയിലാണ്. അപ്പോൾ പറയുന്നു ഭഗവാന്റെ ഇപ്പോൾ സൃഷ്ടി എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശാസ്ത്രങ്ങൾ പറയുന്നു ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ എടുക്കുകയാണെങ്കിൽ, അതായത് ആധ്യാത്മിക ലോകമാണെങ്കിലും ഭൗതിക ലോകം എടുക്കുകയാണെങ്കിലും നോക്കുവാണെങ്കിൽ മുക്കാൽ ഭാഗം ആക്ച്വലി, അതായത് 3/4, അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയുടെ 3/4, മുക്കാൽ ഭാഗവും ആധ്യാത്മിക ലോകമാണ്. കാൽ ഭാഗം മാത്രമേ ഉള്ളൂ ഭൗതിക ലോകം, നമ്മളിരിക്കുന്ന ഭൗതിക ലോകം. ഈ ഭൗതിക ലോകത്തിൽ നമ്മളിരിക്കുന്ന ചെറിയൊരു ഭൂമണ്ഡലം, അത് ഒരു ചെറിയൊരു ബ്രഹ്മാണ്ടത്തിനകത്തിരിക്കുന്നു. ഇതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട് ഈ ഭൗതിക ലോകത്തിൽ. നമ്മളിരിക്കുന്നത് ഒരു കടുകുമണിയിൽ. ബ്രഹ്മാണ്ടം, അതായത് ഭൗതിക ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിൽ, അതായത് കാൽഭാഗം, ഭഗവാന്റെ സൃഷ്ടിയിലെ കാൽഭാഗമേ ആവുന്നുള്ളൂ ഭൗതിക ലോകം. ആ ഭൗതിക ലോകത്തിൽ അനേക കോടി, അതിന് അവസാനമില്ല, ഒരു നമ്പർ പറയാൻ സാധിക്കില്ല, അത്രയ്ക്കധികം ബ്രഹ്മാണ്ടങ്ങളുണ്ടെന്ന് പറയുന്നത്. അത്രയ്ക്കധികം യൂണിവേഴ്സ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ യൂണിവേഴ്സ്, ബ്രഹ്മാണ്ടം. അതേപോലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ ഉള്ളതുകൊണ്ട് ഓരോ ബ്രഹ്മാണ്ടവും കടുകുമണി പോലെയാണ്. കടുകുമണിയുടെ ആ ഒരു കാര്യം, എന്തുകൊണ്ട് കടുകുമണി പോലെ എന്ന് പറയുന്നു? കാര്യം അത്രയ്ക്ക് അധികം ഉണ്ട്. അതുകൊണ്ട് അത് വളരെ, ഒരു ബ്രഹ്മാണ്ടം എന്ന് പറയുന്നത് വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ബ്രഹ്മാണ്ടത്തിനകത്ത്, ആ ചെറിയ കടുകുമണി പോലെയുള്ള ബ്രഹ്മാണ്ടത്തിൽ അതിനകത്ത് ഒരു ചെറിയൊരു സ്ഥലം മാത്രമാണ് ഭൂമി. നമ്മൾ ശരിക്കും നോക്കുവാണെങ്കിൽ ഈ വലിയ ഭഗവാന്റെ സൃഷ്ടി മുഴുവൻ എടുക്കുമ്പോൾ നമ്മളിരിക്കുന്നത് ആക്ച്വലി ഒരു കുത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പോലും സിഗ്നിഫിക്കൻസ് പോലും ഇല്ല നമുക്ക്. അത്രയ്ക്കും ചെറുതാണ് ഭഗവാനെ മൊത്തം സൃഷ്ടി എടുക്കുമ്പോൾ, മൊത്തം സൃഷ്ടിയിൽ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ആളുകളും ഈ ലോകവും അങ്ങനെയാണ്. ഈ ലോകവും അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മുടെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ല. നമ്മൾ വലിയ ആളാണ്, വലിയ സംഭവമാണെന്നൊക്കെ നമ്മൾ പറയുന്നു, അല്ലേ? ആക്ച്വലി ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഭഗവാന്റെ സൃഷ്ടിയെക്കുറിച്ചും ഭഗവാന്റെ ഈ ലോകത്തിൻ്റെ വലുപ്പവും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ഓർക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നും, ഓ നമ്മളൊന്നുമല്ല എന്നുള്ളത്. ആക്ച്വലി ഒന്നുമല്ല. അപ്പോൾ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയിലാണ് ഭൗതിക ലോകം ഇരിക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഭൂമണ്ഡലത്തിലിരിക്കുന്നു. ഭൗതിക ലോകത്തിലെ ഒരു ബ്രഹ്മാണ്ടത്തിൽ, നമ്മുടെ ബ്രഹ്മാണ്ടത്തിൽ ഒരു ബ്രഹ്മാവുണ്ട്. ആ ബ്രഹ്മാവാണ് പിന്നീടുള്ള സൃഷ്ടിയുടെ ഭാഗം ഭഗവാനെ സഹായിക്കുന്നത്. നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ
ബ്രഹ്മാണ്ടത്തിലെ ബ്രഹ്മാവിന് 4 തലകളാണുള്ളത്. ഇതേപോലെ ഒരുപാട് ബ്രഹ്മാണ്ടങ്ങളുണ്ട്. അവിടെ 8 തലയുള്ള ബ്രഹ്മാവുണ്ട്, 12 തലയുള്ള ബ്രഹ്മാവുണ്ട്, 100 തലയുള്ള ബ്രഹ്മാവുണ്ട്, 1000 തലയുള്ള ബ്രഹ്മാവുണ്ട്. അങ്ങനെ കാര്യം അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുണ്ട്. ബ്രഹ്മാവും ബ്രഹ്മാവിൻ്റെ രൂപവും വ്യത്യാസമുണ്ട്. അതായത് തലകളുടെ എണ്ണം കൂടുന്നുണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് അധികമുണ്ട്. അവിടെ നമ്മളിരിക്കുന്ന ബ്രഹ്മാണ്ടത്തിൽ ഇവിടുത്തെ കാര്യം നമുക്ക് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മളിരിക്കുന്നു. ഇവിടെ ഭൂമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിരിക്കുന്നത്. ഭൂമി എന്ന് പറയുന്നത് ഭൂമണ്ഡലം എന്ന് പറയും. ഈ ഭൂമണ്ഡലത്തെയാണ് കർമ്മഭൂമി എന്ന് പറയുന്നത്. ആളുകൾ കർമ്മങ്ങൾ ചെയ്യുന്നു, ആ കർമ്മത്തിൻ്റെ ഫലം കിട്ടുന്നു. ആ ഫലം അനുസരിച്ചിട്ട് പിന്നെ നമ്മൾ മുകളോട്ട് പോകണോ, അതായത് സ്വർഗ്ഗലോകങ്ങളിലേക്ക് പോവോ, നരകങ്ങളിലേക്ക് താഴെയുള്ള ലോകങ്ങളിലേക്ക് പോവോ, അതോ ഇനി ഭഗവാന്റെ അടുത്തേക്ക് പോവോ, ഇതെല്ലാം തീരുമാനിക്കുന്നത് ഈ ഭൂമണ്ഡലത്തിലാണ്. കാര്യം ഈ കർമ്മഭൂമിയിലാണ് റിയാക്ഷൻസ് വരുന്നത് ഏറ്റവും കൂടുതൽ. മറ്റുള്ള സ്ഥലങ്ങളിൽ റിയാക്ഷൻ കൂടുതൽ, അതായത് ഇത്രയും ഇവിടെ ഈ കർമ്മഭൂമിയിലുള്ള പോലെ ഇല്ല. അപ്പോൾ ചോദിക്കാം, സ്വർഗ്ഗലോകത്തിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ അവർക്ക് കർമ്മമുണ്ടോ എന്നുള്ളത്. ആക്ച്വലി ആ സ്വർഗ്ഗലോകം എന്നൊക്കെ പറയുന്നത് ഈ കർമ്മം നമ്മൾ ശേഖരിച്ചിട്ട്, കർമ്മത്തിൻ്റെ ഫലം ശേഖരിച്ചിട്ട്, അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങൾ ശേഖരിച്ച് അവിടെ പോയി നമ്മൾ ആസ്വദിക്കാനുള്ളൊരു സ്ഥലമാണ് ശരിക്കും പറയുകയാണെങ്കിൽ സ്വർഗ്ഗലോകങ്ങളൊക്കെ. അപ്പോൾ അവിടുത്തെ കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അതിന് പണിഷ്മെൻ്റ് കിട്ടും. നമ്മുടെ കർമ്മഭൂമിയിലുള്ള ഇവിടെ ഭൂമിയിൽ ഉള്ളപ്പോൾ ഭൂമിയുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് പണിഷ്മെൻറ്റോ അല്ലെങ്കിൽ തെറ്റോ എന്താണെങ്കിലും എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ട്. പക്ഷെ അത് ഇപ്പോൾ തന്നെ അത് കണ്ടുകൊള്ളണമെന്നില്ല. അത് എപ്പോഴാണ് നമുക്ക് വരുന്നത് നമുക്കറിയില്ല. ആ കർമ്മത്തിൻ്റെ ഫലം എപ്പോഴാണ് പ്രകടമാവുന്നത് നമുക്കറിയാൻ സാധിക്കില്ല. അതാണ് ഇപ്പോൾ അതിനെ പറയുന്നു പ്രാരാബ്ധ കർമ്മം, അപ്രാരാബ്ധ കർമ്മം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. നമുക്ക് വേറൊരു അവസരത്തിൽ അത് ചർച്ച ചെയ്യാം. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഭഗവാൻ നമുക്ക് വേണ്ടിയിട്ട് ഭൂമിയിലുള്ള ആളുകൾക്ക്, കർമ്മഭൂമിയിലിരിക്കുന്ന ആളുകൾക്ക് ഉള്ള നിർദ്ദേശമാണ് ഭഗവത്ഗീത. ഇതാണ് പോയിന്റ് പറയുന്നത്. എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അദ്ദേഹം പറയുന്നു. ഇവിടെ ഉള്ള സമയത്ത് നമ്മൾ എങ്ങനെയാണ് ശാസ്ത്രപ്രകാരം ജീവിക്കേണ്ടത്, എന്നാൽ ഇങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും റിസൾട്ട് കിട്ടുന്നത് അവസാനം, അതും പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ ഇവിടെ ആദ്യം പറയുന്ന കാര്യം ആഹാരത്തെ നിയന്ത്രിക്കുക. യുക്ത എന്ന് പറഞ്ഞാൽ നിയന്ത്രണം. ആഹാരം നമുക്കറിയാം, കഴിക്കുന്ന ആഹാരം, കഴിക്കുന്ന ക്വാണ്ടിറ്റി ആവട്ടെ, കഴിക്കുന്നത് എന്ത് എന്നുള്ളത് രണ്ടും വരുന്നു. ഇനി വിഹാരം എന്ന് പറഞ്ഞാൽ, വിഹാരസ്യ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് വിനോദങ്ങൾ, സ്പോർട്സ് ആവാം, ആർട്സ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ്, റിക്രിയേഷൻ, വിനോദങ്ങൾ, അതിനും ഒരു നിയന്ത്രണം വേണമെന്ന് പറയുന്നു ഭഗവാൻ. യുക്താഹാര വിഹാരസ്യ. യുക്ത എന്ന് പറയുന്ന വാക്ക് ആഹാരത്തിനും ആപ്ലിക്കബിളാണ്, വിഹാരസ്യക്കും ആപ്ലിക്കബിളാണ്. അതായത് രണ്ടിനും നിയന്ത്രണം വേണമെന്ന് അദ്ദേഹം പറയുന്നു. അതാണ് ആദ്യം പറയുന്നത്, ആദ്യത്തെ വരിയിൽ പറയുന്നത്. രണ്ടാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു എഗൈൻ യുക്ത എന്ന് പറയുന്നു. ഇനിയും നിയന്ത്രണം കൊണ്ടുവരണം. എന്തിൽ? ചേഷ്ടസ്യ കർമ്മസു. രണ്ട് കാര്യങ്ങൾ. ചേഷ്ടസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കാൻ വേണ്ടി, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ. അതായത് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ, മിനിമമായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട്. അതിനെയാണ് ചേഷ്ട എന്ന് പറയുന്നത്. ചേഷ്ടസ്യ. പിന്നെ പറയുന്നത് കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദൗത്യങ്ങൾ, ഡ്യൂട്ടികൾ, നമ്മൾ ചെയ്യേണ്ട കർമ്മം അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ധർമ്മം, ഡ്യൂട്ടീസ്. എന്താണ് നമ്മുടെ ഡ്യൂട്ടീസ്? അതെല്ലാം. അപ്പോൾ ചേഷ്ടസ്യ കർമ്മസു. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും, അതേപോലെ നമ്മുടെ ഡ്യൂട്ടികൾ എന്താണോ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഉണ്ട് അല്ലേ? ഗൃഹസ്ഥാശ്രമത്തിലിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഡ്യൂട്ടി ഉണ്ട്, ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും അതേപോലെ നമ്മളുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന മിനിമം കാര്യങ്ങളും, ഇത് ചേഷ്ടസ്യ കർമ്മസു. ഇതിനും ഒരു നിയന്ത്രണം വേണം, ഭഗവാൻ പറയുന്നതാണ്. ഓക്കെ. അപ്പോൾ പ്രാണി എന്താ? ഹരേ കൃഷ്ണ. ഓക്കെ.
4 കാര്യങ്ങളാണ് പറഞ്ഞത്. യുക്ത ആഹാര വിഹാരസ്യ. അപ്പോൾ രണ്ട് കാര്യം ആദ്യത്തെ വരിയിൽ പറഞ്ഞു, രണ്ടാമത്തെ വരിയിൽ 2 കാര്യങ്ങൾ എഗെയിൻ പറഞ്ഞു. അപ്പോൾ 4ആയി. ഇനി 3-ാമത്തെ വരിയിൽ അദ്ദേഹം പറയുന്നു യുക്ത സ്വപ്നാവബോധസ്യ. എഗെയിൻ യുക്ത എന്ന് പറയുന്നു, നിയന്ത്രണം കൊണ്ടുവരണം. എന്തിൽ? സ്വപ്ന അവബോധസ്യ, അതായത് ഉറക്കത്തിനും ഒരു നിയന്ത്രണം വേണം. അതേപോലെ അവബോധം, അതായത് ഉറക്കം ഇല്ലാതെ ഇരിക്കുന്ന എഴുന്നേറ്റിരിക്കുന്ന സമയത്തും അതായത് ഉറങ്ങുകയാണെങ്കിലും എഴുന്നേറ്റിരിക്കുന്ന സമയത്തും എല്ലാത്തിനും ഒരു റെഗുലേഷൻ വേണം എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നു അടുത്ത വരിയിൽ, അവസാനത്തെ വരിയിൽ യോഗോ ഭവതി ദുഃഖഃ. അങ്ങനെ ഭഗവാൻ പറയുന്നു ഇതേപോലെ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഇതേപോലെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ, ഇതേപോലെ ഡിസിപ്ലിൻ പാലിക്കുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? യോഗോ ഭവതി ദുഃഖഃ. ഒരു ദുഃഖങ്ങളും അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് ബാധിക്കാൻ പോകുന്നില്ല. ഇവിടെ യോഗി എന്ന് എടുത്തു പറയുന്നു. യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കുന്നവരെ കുറിച്ചാണ് ഭഗവാൻ ഇവിടെ എടുത്തു പറയുന്നത്. പക്ഷേ അതിന് വേറൊരു മീനിങ്ങും നമ്മുടെ നോർമൽ ജീവിതത്തിൽ സാധാരണ നമ്മളെപ്പോലുള്ള ആളുകൾക്കും കൂടെ ആപ്ലിക്കേഷനാണിത്. നമുക്കും കൂടിയിട്ടുള്ള നിർദ്ദേശമാണിത്, യോഗികൾക്ക് മാത്രമുള്ളതല്ല. യോഗി അതായത് അഷ്ടാംഗയോഗത്തെക്കുറിച്ച് പറയുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു അധ്യായം. എന്നാൽ അഷ്ടാംഗയോഗത്തിൽ ഇരിക്കുന്ന ആളുകൾ മാത്രം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഭഗവാൻ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ പറയുന്നത്. കാര്യം അഷ്ടാംഗയോഗികളോട് മാത്രമായിട്ടുള്ളതല്ല ഭഗവത്ഗീതയിൽ 6-ാമത്തെ അധ്യായം. അല്ലേ? ഭഗവത്ഗീത നമ്മളെപ്പോലുള്ളവർക്ക്, ഭഗവാനെ മറന്നിരിക്കുന്ന ആളുകൾക്ക് ഭഗവാൻ പറഞ്ഞു തരുവാണ് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അല്ലേ? അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഉപദേശമാണ് ഇവിടെ, നിർദ്ദേശമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? 6 കാര്യങ്ങൾ പറഞ്ഞു. 1, ആദ്യത്തെ കാര്യം ആഹാരത്തിൻ്റെ കാര്യം. 2, വിനോദങ്ങൾ, അതിന് നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളത്. അതേപോലെ തന്നെ ചേഷ്ടകൾ, നമ്മളുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അതേപോലെ നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യുമ്പോൾ അത് കർമ്മസു, അവിടെ പറയുന്ന 4ആയി. സ്വപ്ന അവബോധസ്യ, അതായത് ഉറക്കത്തിനും ഒരു നിയന്ത്രണം വേണം, അതായത് ഉറങ്ങുന്ന ഡ്യൂറേഷൻ. അവബോധസ്യ, എഴുന്നേറ്റിരിക്കുമ്പോഴും നമ്മൾ എല്ലാത്തിനും ഒരു ചിട്ട വേണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ചിട്ടയോടുകൂടി ഫോളോ ചെയ്യുന്നവർക്ക് ദുഃഖഃ, ഒരു ദുഃഖവും അവരെ ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശീല പ്രഭുപാദജി ഭാവാർത്ഥത്തിൽ ഇതിനെ വിശദീകരിക്കുന്നു. അദ്ദേഹം പറയുന്നു ഉറക്കം എന്ന് പറയുന്നത് അല്ല, ആദ്യം ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു. ആഹാരത്തെ നിയന്ത്രിക്കുക എന്നുള്ളത്, ആഹാരത്തെ നിയന്ത്രിക്കുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സംസാരിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ക്വാണ്ടിറ്റി, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് കഴിക്കുന്നു എന്നുള്ളത്, അല്ലേ? അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. പത്രം, പുഷ്പം, ഫലം, തോയം, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പാല്, അങ്ങനെയുള്ളതെല്ലാം, ഇതെല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണമാണ്, മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ തന്നിട്ടുള്ളതാണ്. എന്നാൽ അത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചത്. ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്, നൈവേദ്യം സമർപ്പിച്ച് പ്രസാദമായിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ആദ്യത്തെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരുന്നത്. കഴിക്കുന്ന കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക എന്ന് പറയുന്നത് പ്രസാദം മാത്രം കഴിക്കാൻ ശ്രമിക്കുക. അതായത് ഭഗവാന് സമർപ്പിച്ചിട്ടുള്ള നൈവേദ്യം സമർപ്പിച്ച് ഭഗവാൻ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആ മഹാപ്രസാദം, അദ്ദേഹം തിരിച്ചു തരുന്ന ആ മഹാപ്രസാദത്തെ കഴിക്കാൻ നോക്കുക എന്നുള്ളത്. ഇനി കഴിക്കുന്ന പ്രസാദത്തിനും ഒരു ക്വാണ്ടിറ്റിക്കും നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കണം. നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. ചില ആളുകൾ ഒരുപാട് പണിയെടുക്കുന്നവരുണ്ട്, ഫിസിക്കലി പണിയെടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് കഴിക്കാം. ഇപ്പോൾ ഭീമസേനൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഭീമസേനൻ നല്ലവണ്ണം കഴിക്കുമായിരുന്നു. വൃഗോദരൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. അദ്ദേഹം നല്ലപോലെ ഭക്ഷണം കഴിക്കും, അതേപോലെ നല്ലപോലെ പണിയെടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ശരീരത്തിൽ ആവശ്യമാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഭക്ഷണം. അതേപോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാണ്ടിറ്റി ആവശ്യമുണ്ടാവും. ചില ആളുകളുണ്ട്, ചില ശരീരം അത് തടിക്കാതിരിക്കാൻ വേണ്ടി വളരെ കുറച്ച് കഴിക്കുന്നവർ. വളരെ കുറച്ച് കഴിക്കുന്നതും അപകടമാണ്, ഒരുപാട് കഴിക്കുന്നതും അപകടമാണ്. അതായത്
സ്ലിം ആയിട്ടിരിക്കാൻ വേണ്ടി, വയറ് ചാടാതിരിക്കാൻ വേണ്ടി, അങ്ങനെ പല പല അതായത് അങ്ങനെ കഴിക്കാതെ റെസ്ട്രിക്റ്റ് ചെയ്ത് അവസാനം അസുഖങ്ങൾ വരും. അതൊരു പ്രശ്നമാണ്. ചിലപ്പോൾ ചിലവർ എന്ത് ചെയ്യുന്നു, കൂടുതൽ കഴിക്കുന്നു, ആവശ്യത്തേക്കാൾ കൂടുതൽ. ഇതിൽ ഒരു നിയന്ത്രണം കൊണ്ടുവരാനാണ് ഭഗവാൻ പറയുന്നത്. അതായത് കഴിക്കുന്ന കൂടുതലും ആവരുത്. ഈ നിയന്ത്രണം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാൻ ബേസിക്കലി പറയുന്നത് ഒരു ബാലൻസ് ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണം എന്നുള്ളതാണ്. ബാലൻസ് ആയിട്ടുള്ള ഒരു ബാലൻസ് ലൈഫ് സ്റ്റൈൽ വേണം എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത് ഈ ഒരു ശ്ലോകത്തിലൂടെ. കഴിക്കുന്ന ആഹാരം ആവശ്യത്തിന് കഴിക്കുക, കൂടുതലും വേണ്ട, കുറയാനും പാടില്ല, ആവശ്യത്തിന് കഴിക്കണം. ചിലപ്പോൾ ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ച് കുറച്ച് കഴിച്ച് അവസാനം പിന്നെ ശക്തിയില്ലാതെയാവും, അസുഖങ്ങൾ വരും. ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ തടി മാത്രം തടിക്കാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടല്ല, അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് വേണം. ഹെൽത്ത് ഉണ്ടെങ്കിലേ നമുക്ക് ഭഗവത് സേവനങ്ങൾ ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ, അല്ലേ? അപ്പോൾ കഴിക്കാതിരിക്കുക എന്ന് പറയുന്നത് നല്ലൊരു ഐഡിയ അല്ല. എന്നാൽ കഴിക്കുന്നത് ഒരു ക്വാണ്ടിറ്റിയും, അതേപോലെ നമ്മൾ ഒരുപാട് കഴിക്കാതെ. കാര്യം ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള കൊടുക്കുക, ആവശ്യത്തിനും കൂടുതലായി കഴിഞ്ഞാൽ അത് എക്സ്ട്രയാണ്. പിന്നെ അത് ശരീരത്തിൽ തടി കൊണ്ടുവരുന്നു മാത്രമല്ല, നമ്മുടെ ഉറക്കം കൂട്ടുന്നു. അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണം ഉറക്കമായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ നമ്മൾ ഓവറായിട്ട് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഉറക്കം വരും ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ ഉറങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാവും. കാര്യം ക്ഷീണമാവും ശരീരത്തിന്. കാര്യം കഴിച്ച ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള പ്രത്യേകിച്ചും നമ്മുടെ ഉദരത്തിലുള്ള പല ആസിഡ്സും കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഇതിനെങ്ങനെയെങ്കിലും ആവശ്യത്തിനും കൂടുതൽ ക്വാണ്ടിറ്റി വരുമ്പോൾ അതിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ട ഒരു ജോലി അവർക്കുണ്ട്, അല്ലേ? ഇപ്പോൾ ഡൈജഷൻ ചെയ്യാൻ പറ്റുന്നത് ഡൈജസ്റ്റ് ചെയ്യും. മറ്റുള്ളത് എന്താ ചെയ്യുന്നത്? മറ്റുള്ളത് കുറേ ഡൈജഷൻ സാധിക്കില്ല, കുറേ പുറത്തു പോകുന്നു, കുറേ അവിടെ തന്നെ ഇരിക്കുന്നു, കുറേ ഫാറ്റായിട്ട് ഡെപ്പോസിറ്റ് ആവുന്നു. അങ്ങനെയാണ് തടി കൂടുന്നത്. എന്നാൽ ആവശ്യത്തിന് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പ്രോപ്പറായിട്ടുള്ള ഡൈജഷൻ നടക്കുന്നു, ശരീരത്തിന് വേണ്ട പുഷ്ടിയും ലഭിക്കുന്നു, കൂട്ടത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ ആദ്യത്തെ ഭാഗം അദ്ദേഹം പറയുന്നു, കഴിക്കുന്ന ഭക്ഷണം അതിന് നിയന്ത്രണം കൊണ്ടുവരിക. അതായത് കുറവാവാനും പാടില്ല, കൂടുതലാവാനും പാടില്ല, മിതമായിട്ടുള്ള രീതിയിൽ. അതാണ് നമ്മൾ ഇവിടെ പറയുന്ന എല്ലാ കാര്യങ്ങളും മിതമായിട്ട് ചെയ്യാനാണ് പറയുന്നത്. ഒന്നിൻ്റെയും എക്സ്ട്രീംസ് അല്ല ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ പോയിന്റ് ഇവിടെ ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. രണ്ടാമത് അദ്ദേഹം പറയുന്നു, ഓക്കെ, ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കഴിഞ്ഞ ശ്ലോകം നമ്മൾ പഠിച്ചപ്പോൾ കൂടുതൽ നമ്മളതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തത്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ. ഇവിടെ ഭഗവാൻ അതിൻ്റെ ഒരു ബാലൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? വിഹാരസ്യ, അതായത് നമ്മൾ ചെയ്യുന്ന വിനോദങ്ങൾ, സ്പോർട്സ് ആവട്ടെ, എക്സസൈസ് ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആവട്ടെ. ഓക്കെ, അതായത് ശാസ്ത്രത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ശരീരം നിലനിർത്താൻ, ശരീരത്തിൽ ഇപ്പോൾ എക്സസൈസിന് വേണ്ടിയിട്ട് ചിലവർ എക്സസൈസ് ചെയ്യുന്നവരുണ്ടാവും, ചിലവർ സ്പോർട്സിൽ പോലുള്ള കാര്യങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവും. ഞാനിത് പറയുന്നത് ഭക്തരുടെ വിനോദം വേറെയാണ്, ഭക്തരല്ലാത്തവരുടെ വിനോദം വേറെയാണ്. ഇപ്പോൾ ജനറൽ പോപ്പുലേഷൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ആളുകൾക്ക് ഈ പറയുന്ന സ്പോർട്സ് ആവാം, ജിം ആവാം, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും, പല റിക്രിയേഷൻസും ഉണ്ടാവും അവർക്ക്. അതെല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അതായത് തോന്നിയ പോലെ ചെയ്യുക എന്നുള്ളതല്ല, തോന്നിയ പോലെ, അതായത് സദാസമയം അതിൻ്റെ പുറകിൽ നടക്കുക എന്നുള്ളതല്ല. അപ്പോൾ അതിനും ഒരു കൺട്രോൾ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. ഇത് ജനറൽ ആളുകൾക്ക് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ. ഇനി ഭക്തരുടെ കാര്യമാണെങ്കിലും, ഭക്തരുടെ കാര്യത്തിൽ ഇതെങ്ങനെയാണ് ഈ വിനോദം അല്ലെങ്കിൽ ഈ ഒരു റിക്രിയേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാത്തിനും നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു ടൈം ടേബിൾ കൊടുക്കണം ചെയ്യേണ്ട കാര്യങ്ങൾക്ക്. ഇപ്പോൾ ഭക്തരെ സംബന്ധിച്ച് സ്വാധ്യായ ശാസ്ത്രങ്ങൾ പഠിക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും. ഭഗവാനെക്കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് ശ്രവണം ഒരു സെക്ഷനാണ്. ഭഗവാന്റെ ശ്രീമൂർത്തി വിഗ്രഹ ആരാധന ഒരു കാര്യമാണ്, നാമജപം വേറെ കാര്യമാണ്. അപ്പോൾ ഇതിനെല്ലാത്തിനും നമ്മൾ സമയങ്ങൾ കണ്ടെത്തുക. അതേപോലെ ഭക്തരുടെ സത്സംഗം, എല്ലാത്തിനും നമ്മൾ സമയം കണ്ടെത്തി പ്രോപ്പറായിട്ട് ടൈം അലോക്കേറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, കഴിക്കുന്നതും അതേപോലെ വിഹാരസ്യ,
വിനോദങ്ങളായാണ്, റിക്രിയേഷൻ ആവട്ടെ, അതിനും ഒരു കൺട്രോൾ കൊണ്ടുവരണം എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റുള്ള ചേഷ്ടകൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ട് അല്ലേ. പല മിനിമമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അതിനും അതായത് ചെയ്യേണ്ട പോലെ, അതായത് ഉറക്കമാണെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ളതൊക്കെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. ശരീരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ടായിരിക്കണം. ജനറലി അതാണ് ഉദ്ദേശം. ഈ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ഭക്ഷണം ആവശ്യമുണ്ട്, അതേപോലെ ഉറക്കം ആവശ്യമുണ്ട്. ഉറക്കം ഇല്ലാതെ ഒരുപാട് ദിവസം ഉറക്കമില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. എത്ര ആളുകൾക്ക് ഈ പ്രശ്നമുള്ളവരുണ്ട്. ഉറങ്ങാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ഉറങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ജീവന് അത് ഹാനികരമാവും. ആക്ച്വലി അത് മരണത്തിന് ഒരു കാരണമായി തന്നെ മാറും. പല ആളുകൾക്കും സ്ട്രോക്ക് വരുന്നു, പല പ്രശ്നങ്ങളും വരുന്നു ഉറക്കം ശരിയാവാതെ. സോ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാത്തിനും ഒരു ചിട്ട കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇനി ശില പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു ഉറക്കത്തിൻ്റെ കാര്യം. ഒരു കൃഷ്ണാവബോധത്തിലുള്ളൊരു വ്യക്തി അവർ എപ്പോഴും ശ്രദ്ധാലു ആയിരിക്കും. അതായത് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും അതായത് സമയം പാഴാക്കാതെ അവർ നോക്കുന്നു, അല്ലെങ്കിൽ സമയം പാഴാക്കാതെ നോക്കണം. നമ്മുടെ കയ്യിൽ 24 മണിക്കൂറുണ്ട് ഒരു ദിവസം. അതിലെത്ര സമയം നമ്മൾ പാഴാക്കി കളയുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. എത്രമാത്രം മൊബൈൽ ഫോണിൽ ഞാൻ സമയം പാഴാക്കുന്നു, എത്രമാത്രം ആവശ്യമില്ലാത്ത ചർച്ചകൾ ചെയ്തിട്ട് സമയം പാഴാക്കുന്നു, എത്ര സമയം നമ്മൾ TV കണ്ടിട്ടോ അല്ലെങ്കിൽ വേറെ സിനിമ കണ്ടിട്ടോ സമയം പാഴാക്കുന്നു. കാര്യം അതൊക്കെ വിനോദമല്ല, അതൊക്കെ എന്താ പറയുക, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ശാസ്ത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ, മഹാഭാരതത്തിലും അല്ലെങ്കിൽ മറ്റുള്ള കഥകളിലൊക്കെ വിനോദങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്തും. പക്ഷേ ഇന്നത്തെ കാലത്തെ പോലെ സംഭവങ്ങളല്ല. അതായത് ഒരുപാട് നാടകങ്ങളുണ്ടായിരുന്നു. അതായത് ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നാടകങ്ങൾ, അതായത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീല നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചൈതന്യ മഹാപ്രഭു തന്നെ അദ്ദേഹത്തിൻ്റെ പാർശ്വരും കൂടെ ഒരുപാട് നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ പുരാണങ്ങളിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള, ഭാഗവതത്തിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളിലൊക്കെ അവർ ആക്ട് ചെയ്ത് ഓരോ ക്യാരക്ടർ കൊടുത്ത് ആക്ട് ചെയ്യുന്നു. സോ അതൊരു വിനോദം എന്ന് പറയാം, ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. പക്ഷേ അത് കൃഷ്ണാവബോധത്തിലുള്ളൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മൾ കാണുന്നില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും ടിവിയും സീരിയലും സിനിമ, അതൊക്കെ അതിൽ ഭഗവാനുമായിട്ടൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. ഒന്നുമില്ല, ബന്ധമില്ല എന്നുള്ളത് പോട്ടെ, ഭഗവാനിൽ നിന്ന് അകന്നു പോകാനുള്ളതെല്ലാം ഉണ്ട് അതിനകത്ത്. കാര്യം കാണിക്കുന്നത് വലിക്കുന്നതും കുടിക്കുന്നതും ഒക്കെയാണ്. ഇതൊക്കെയാണ് സൂപ്പർ സ്റ്റാറുകൾ ചെയ്യുന്നു. അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു ടെൻഡൻസി വരുന്നു. അവർ ചെയ്യുമ്പോൾ അത് ഫോളോ ചെയ്യുന്നു. നെഗറ്റീവ് ഹീറോസിനാണ് ഇപ്പോഴത്തെ കാലത്ത് കൂടുതൽ, നെഗറ്റീവ് ഹീറോസിനെ ആരാധിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത്. അതായത് മുഴുവനും തലതിരിഞ്ഞ അവസ്ഥയാണ്, അതേപോലെ തന്നെ പറയുന്ന തമാശകളൊക്കെയോ വളരെ ലോ സ്റ്റാൻഡേർഡ് തമാശകൾ, എന്തെങ്കിലും അർത്ഥം വെച്ചുകൊണ്ട്, അതായത് പ്രത്യേകിച്ചും എന്താ പറയുക, പറയാൻ പറ്റാത്ത, ഇവിടെ ക്ലാസ്സിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ തമാശകൾ. ഇതൊക്കെയാണ് ആളുകൾ എൻജോയ് ചെയ്യുന്നത്, ഇതൊക്കെയാണ്. അതാണ് ഈ ലോകം. അപ്പോൾ ഇതൊക്കെ സമയം പാഴാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനും വലിയ നഷ്ടം നമുക്കില്ല. അങ്ങനെയാണ് സമയം പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ മനസ്സിലാക്കുന്നില്ല, ഈ മനുഷ്യജന്മത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നില്ല, വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും പരിണാമം ഒന്ന് ചിന്തിച്ചു നോക്കൂ. പരിണാമം വേറെ ഒന്നുമല്ല, ചിലപ്പോൾ മനുഷ്യജന്മം പോലും നഷ്ടപ്പെട്ടു പോവും. കാലാകാലങ്ങൾ ഇവിടെ ഇരിക്കേണ്ടി വരും, നരകങ്ങളിൽ പോയി അനുഭവിക്കേണ്ടി വരും. നമ്മളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഓരോരുത്തരും ഇതിനു മുമ്പുള്ള ജന്മങ്ങളിലും ഈ ജന്മത്തിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. എൻജോയ്മെൻ്റൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നമ്മൾ അനുഭവിക്കാത്തതോ ടേസ്റ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള ഒന്നുമില്ല. ഓർമ്മയില്ല എന്ന് മാത്രം. ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാര്യം അല്ലെങ്കിൽ നമ്മളിവിടെ ഇരിക്കില്ലായിരുന്നു, എന്നേ നമ്മൾ വൈകുണ്ഠത്തിലേക്ക് പോയേനെ. ഇന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉറപ്പാണ് അതിൻ്റെ കാര്യം. നിയമങ്ങളെല്ലാം തെറ്റിച്ചിട്ടുണ്ട് എല്ലാവരും, നമ്മൾ ഓരോരുത്തരും തെറ്റിച്ചിട്ടുണ്ടാവും. നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല
കാര്യം നമ്മൾ ആദ്യമായിട്ടല്ല ഇവിടെ ഈ ശരീരത്തിൽ ആദ്യമായി ഈ ഒരു ബോഡിയിൽ ഇപ്പോൾ ഇരിക്കുന്നു. ഇത് മാത്രമേ നമുക്കറിയുള്ളൂ. ഇതിനു മുമ്പുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. സോ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കാത്തതായിട്ടുള്ളതൊന്നുമില്ല. ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, ശാസ്ത്രം നമുക്ക് വെളിച്ചമായിട്ട് മുമ്പിൽ വന്നിരിക്കുകയാണ്. സൂര്യനെ പോലെ ഉദിച്ച് നിൽക്കുവാണ്. അതിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഫോളോ ചെയ്ത് എങ്ങനെയെങ്കിലും ഈ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ നോക്കുക. ഇതാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവത്ഗീതയും ഭാഗവതവും നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സമയം പാഴാക്കുന്ന കാര്യം. ആവശ്യമില്ലാതെ സമയം പാഴാക്കുന്നത് ആക്ച്വലി നമുക്ക് തന്നെയാണ് നഷ്ടം. ഇവിടെ ശീല പ്രഭുപാദി ഭാവാർത്ഥത്തിൽ പറയുന്നു അവ്യർത്ഥ കാലത്വം. അവ്യർത്ഥ കാലത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സമയത്തെ അത്രയ്ക്കധികം ശ്രദ്ധയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നു. അത് ഒരു നിമിഷം പോലും പാഴാക്കാതെ ശ്രമിക്കുന്നു. അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു. അതാണ് പറയുന്നത്. ആക്ച്വലി അവ്യർത്ഥ കാലത്വം എന്ന് പറയുന്ന വാക്ക് ശീല രൂപഗോസ്വാമിയുടെ ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നുള്ളതാണ്. ആക്ച്വലി അവിടെ ഭാവഭക്തി എന്ന് പറയുന്ന ഭാവഭക്തിയുടെ ലക്ഷണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഭാവഭക്തിയിൽ വരുന്ന ഒരു ഭക്തൻ്റെ ലക്ഷണങ്ങളിൽ പറയുന്നതാണ് ഇദ്ദേഹം. ശാന്തിർ അവ്യർത്ഥ കാലത്വം വിരക്തിർ മാനശൂന്യത ആശാബന്ധ സമുത്കണ്ഠ നാമഗാനെ സദാരുചി, അങ്ങനെ ഒരു ശ്ലോകം വരുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് അവ്യർത്ഥ കാലത്വം. അവ്യർത്ഥ കാലത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പാഴാക്കില്ല. അതായത് ഭഗവാൻ, അതായത് ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളവരുടെ കാര്യം. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് സമയം പാഴാക്കുന്നുണ്ടാവും. പക്ഷേ അതിലും ഒരു നിയന്ത്രണം കൊണ്ടുവരണം. ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാൻ. അപ്പോൾ എവിടെയാണോ നമ്മൾ ആവശ്യത്തിനും കൂടുതൽ പാഴാക്കുന്നത് ശ്രദ്ധയോടുകൂടി, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അലേർട്ടായിരിക്കണം എന്ന് പറയുന്നത് ഭഗവാൻ. ശീലപ്രഭാജിയും നമ്മുടെ ആചാര്യന്മാർ പറയുന്നു അലേർട്ടായിരിക്കണം. എന്ത് ഞാൻ ചെയ്യുന്നു, എങ്ങനെ ഞാൻ ചെയ്യുന്നു, എവിടെ ഞാൻ സമയം പാഴാക്കുന്നു എന്നുള്ളൊരു ചിന്ത നമുക്കെപ്പോഴും ആവശ്യമാണ്. ശീല രൂപഗോസ്വാമിയെ കുറിച്ച് ഇവിടെ പറയുന്നു. രൂപഗോസ്വാമിയും ശീല ഹരിദാസ് ഠാക്കൂറിനെയും കുറിച്ച് ഇവിടെ ശീല പ്രഭുപാദി പറയുന്നു. ശീല രൂപഗോസ്വാമി ആകെ 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയിരുന്നത്. ബാക്കിയുള്ള സമയം മുഴുവനും അദ്ദേഹം ഭഗവാന്റെ സർവീസസ് ആയിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നത്. പുസ്തകങ്ങൾ എഴുതുന്നു, അതേപോലെ നാമജപം, പ്രചരണം, അതായത് മറ്റുള്ളവർക്ക് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രൂപഗോസ്വാമി ചെയ്തിട്ടുണ്ട്. എന്നാൽ റെസ്റ്റ് ചെയ്യുന്നത് ആകെ 1.5 മണിക്കൂർ, 2 മണിക്കൂറാണ്. ആ ഉറങ്ങുന്ന സമയത്തും റെസ്റ്റ് ചെയ്യുന്ന സമയത്തും അദ്ദേഹം സ്വപ്നം കാണുന്നത് ഭഗവാനെയാണ്. അത് രൂപഗോസ്വാമി ആണെങ്കിലും ശില രഘുനാഥ് ദാസ് ഗോസ്വാമി ആണെങ്കിലും ഇവരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. ഇവരൊക്കെ നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളാണ്. പക്ഷേ ഇവരെ ഇമിറ്റേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ശില ഹരിദാസ് ഠാക്കൂറും അതേപോലെ തന്നെ. ശില ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ നിശ്ചിത സംഖ്യ നാമജപം തീരാതെ അദ്ദേഹം ഭക്ഷണം കഴിക്കില്ല, പ്രസാദം കഴിക്കില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നിശ്ചയം. 3 ലക്ഷം നാമമാണ് ഒരു ദിവസം ജപിച്ചിരുന്നത്. 3 ലക്ഷം നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 192 റൗണ്ടുകൾ, 16 റൗണ്ട്സ് നാമം ജപിക്കാൻ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ശില ഹരിദാസ് ഠാക്കൂർ ജപിക്കുന്നത് 3 ലക്ഷമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇവരെല്ലാവരും, ഇപ്പോൾ രൂപഗോസ്വാമി ആണെങ്കിലും രഘുനാഥ് ദാസ് ഗോസ്വാമി ആണെങ്കിലും ഇവരൊക്കെ നമ്മുടെ ആചാര്യന്മാരാണ്, ആചാര്യ പരമ്പരയിലുള്ളവരാണ്. ശില ഹരിദാസ് ഠാക്കൂറൊക്കെ വളരെ ചിട്ടയോട് കൂടിയിട്ടായിരുന്നു അവരുടെ ജീവിതം. അപ്പോൾ അതാണ് ഇവിടെ ശിലപ്രഭാജി നമ്മളെ പഠിപ്പിക്കുന്നതും ഭഗവാൻ പഠിപ്പിക്കുന്നത്. അതിനെ എലാബറേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരുന്നു നമ്മുടെ ആചാര്യൻ ഇവിടെ. അപ്പോൾ കൃഷ്ണാവബോധത്തിലുള്ള ഒരാൾ, അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇതിനെല്ലാത്തിനും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ജോലിയാവട്ടെ, എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് എപ്പോഴും ഒരു ബോധ്യം വേണം. എന്താണ് ഞാൻ ചെയ്യുന്നത്, ശരിയാണോ തെറ്റാണോ, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ചിട്ടാണോ ചെയ്യുന്നത്, അതോ വിരുദ്ധമായിട്ടുള്ള കാര്യമാണോ, ഈ ഒരു ബോധം നമുക്ക് എപ്പോഴും വേണം. മാത്രം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഉപയോഗിക്കുന്ന വാക്കുകൾക്കും പറയുന്ന കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം. അതുകൊണ്ടാണ് രൂപഗോസ്വാമി ഉപദേശാമൃതത്തിൽ അദ്ദേഹം തുടങ്ങുന്നത് തന്നെ വാച്ചോ വേഗം, നാവിനെ നിയന്ത്രിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഈ നാവ് കൊണ്ട് നമ്മൾ ശരിയായിട്ടുള്ള കാര്യങ്ങൾ പറയുക, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കുക. ഇതെല്ലാം ആക്ച്വലി നാവിൻ്റെ തപസ്യയെക്കുറിച്ച് ഭഗവാൻ ഭഗവത്ഗീതയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു സെക്ഷനാണ്. അത് മനോഹരമായിട്ടുള്ള
ഭഗവാൻ പറയുന്നുണ്ട്, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചയത് സ്വാധ്യായ അഭ്യസനം ചേവ വാങ്മയം തപ ഉച്യത്തെ. അവിടെ പറയുന്നു എങ്ങനെയാണ് നാവിനെ, വാക്കുകളെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അവിടെയും അതായത് പറയുന്ന വാക്കുകൾ, പറയുന്ന ടോൺ, പറയുന്ന കാര്യങ്ങൾ, ഇതിനെല്ലാത്തിനും ഒരു നിയന്ത്രണം കൊണ്ടുവരണം എന്നാണ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു ഭഗവാൻ ശ്രദ്ധയോടുകൂടി. അപ്പോൾ പറയുന്നത് ഉറക്കത്തിനെ കുറിച്ച് പറഞ്ഞു, ചെയ്യുന്ന ജോലികളെക്കുറിച്ച് പറഞ്ഞു, അതേപോലെ പറയുന്ന വാക്കുകളെക്കുറിച്ച്, സംസാരിക്കുന്ന കാര്യം, കഴിക്കുന്ന ഭക്ഷണം, ശരീരത്തെ നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, എല്ലാം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു ചിട്ട കൊണ്ടുവരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരു നിയന്ത്രണം കൊണ്ടുവരണം. അല്ലാതെ അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയല്ല ചെയ്യേണ്ടത്. ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഡീൽ ചെയ്യണം ഓരോ കാര്യങ്ങളും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾക്ക് അപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളത്. ഒരുപക്ഷെ പ്രായമായിട്ടുള്ളവർക്ക് ഒരുപക്ഷെ പ്രാക്ടിക്കലി ഇത് പോസിബിൾ ആണോ എന്നറിയില്ല. എന്നാൽ കുട്ടികൾക്കും ചെറുപ്പമായിട്ടുള്ളവർക്കും ഒക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു ടൈം ടേബിൾ നമ്മൾ ഉണ്ടാക്കി, കുട്ടികൾക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കും. ആക്ച്വലി അത് അവരെ ഹെൽപ്പ് ചെയ്യും. ആ ടൈം ടേബിൾ ഹെൽപ്പ് ചെയ്യും. കാര്യം അവർക്ക് പഠിക്കാനുള്ള സമയം, മറ്റുള്ള കാര്യങ്ങൾക്ക് സ്കൂളിൽ പോകുന്ന കാര്യം, ട്യൂഷന് പോകണം, എല്ലാത്തിനും ഒരു സമയമുണ്ട് അല്ലേ. ആ കൂട്ടത്തിൽ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവർക്കും നാമം ജപിക്കാനുള്ളൊരു അവസരവും ഭഗവാനെക്കുറിച്ച് കേൾക്കാനുള്ള അവസരവും ദിവസത്തിലെ 24 മണിക്കൂറിലെ ആ ഒരു ടൈം ടേബിളിൽ ഒരു കുറച്ച് സമയം അതിന് മാറ്റി വെക്കണം. എന്നാലാണ് കാര്യം. അതും അത്യാവശ്യമാണ്. കൗമാരം ആചാര്യത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷൻ ജന്മം. പ്രഹ്ലാദ് മഹാരാജ് പറഞ്ഞു കൗമാരപ്രായത്തിൽ തന്നെ നമ്മൾ ഭക്തിയുത സേവനങ്ങൾ ചെയ്യണമെന്നുള്ളത്. അവരെ ട്രെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, പുതിയ ജനറേഷനെ. കൂട്ടത്തിൽ നമ്മളും ഓരോ ചിട്ടകൾ കൊണ്ടുവരിക. നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. കുട്ടികൾ വേറെ ഒന്നുമല്ല നോക്കുന്നത്. മുതിർന്നവർ, പാരൻസും അല്ലെങ്കിൽ അവരുടെ കൺമുമ്പിലുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അതിനെ കോപ്പി ചെയ്യാൻ, ഇമിറ്റേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മൾ നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ നമ്മളവരെ ഗൈഡ് ചെയ്തുകൊണ്ട് അവരും അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാകും. അവർ ഫോളോ ചെയ്യുന്നു. ഇല്ലെങ്കിൽ നമുക്ക് അവരെ ഫോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ കുട്ടികളെ ഫോഴ്സ് ചെയ്യുന്നതിന് അർത്ഥമുണ്ടോ? അവസാനം അവർക്ക് ചോദിക്കാനുള്ള പ്രായമെങ്കിൽ അവർ ചോദിക്കുകയും ചെയ്യും. അച്ഛൻ ചെയ്യുന്നില്ലല്ലോ, അമ്മ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്നോട് എന്താ പറയുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ആ ചോദ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരവില്ലാതെ ഇരിക്കരുത് അല്ലേ. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മളും ചെയ്യുക, നല്ലൊരു എക്സാമ്പിൾ ആവുക, അവർക്കുള്ള നല്ലൊരു ഉദാഹരണമായി മാറുക, അവർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്ന രീതിയിൽ. കൂട്ടത്തിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള പ്രൈവറ്റായിട്ടുള്ള അവർക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടും സമയവും ഒക്കെ നമ്മൾ കൊടുക്കണം. എപ്പോഴും നാമം ജപിക്കൂ, എപ്പോഴും ഇത് കൃഷ്ണ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുക. കുട്ടികൾ അവർക്ക് പഠിക്കാനും ഉണ്ടാവും, സ്കൂളിൽ ഹോംവർക്ക് ഉണ്ടാവും, ട്യൂഷന് പോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം അതൊന്നും മുടങ്ങാതെ എല്ലാത്തിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു സ്മാർട്ടായിട്ടുള്ളൊരു പാരൻറ്റ് ചെയ്യേണ്ടത്. സ്മാർട്ടായിട്ടുള്ള പാരൻറ്റ് ഇത് എല്ലാത്തിനും സമയം കണ്ടെത്തും. അങ്ങനെയുള്ള ഒരുപാട് പാരൻസ് ഉണ്ട് നമ്മുടെ കൺമുമ്പിൽ, ചെയ്യുന്നവരുണ്ട്. ചെയ്യാൻ സാധിക്കാത്ത കാര്യമല്ല അത്. ഒന്ന് വേണമെന്ന് വിചാരിച്ചാലും മതി. എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ചിട്ടയോട് കൂടി അവർക്ക് കൊടുക്കേണ്ട പേഴ്സണൽ ടൈം, അവരുടെ കൂടെ ഇരുന്ന് ജനറൽ കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, അവർക്ക് സന്തോഷവും നമ്മൾ സമയം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ. കൂട്ടത്തിൽ ഭഗവാനെക്കുറിച്ച് കഥകളും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, കൂട്ടത്തിൽ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നു, കൂട്ടത്തിൽ പഠിപ്പിക്കുന്നു, എല്ലാ കാര്യങ്ങളും എല്ലാത്തിലും. അങ്ങനെയും അതായത് നമ്മൾ അതിനും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നവർ, ആ ഒരു പ്രായത്തിലുള്ളവർക്ക് അത് അപ്ലിക്കബിളാണ്. ഇനി പ്രായം കഴിഞ്ഞവർക്ക് നമുക്കും അപ്ലിക്കബിൾ ആയിരിക്കാം ഒരുപക്ഷെ. അങ്ങനെയുള്ളവർക്കും അപ്ലിക്കബിളാണ് ഡെഫിനറ്റ്ലി. ബിക്കോസ് നമ്മുടെ ദിവസത്തിലെ ഓരോ ദിവസവും എങ്ങനെ നമ്മൾ ചിലവഴിക്കുന്നു, ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനൊരു ഒരു രൂപരേഖ നമുക്ക് വേണം. ചെയ്യുന്നത് എവിടെ സമയം പാഴാക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി വയ്ക്കുക. എന്നിട്ട് സമയം കൂടുതൽ പാഴാക്കുന്നതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. യുക്താഹാര, ഭഗവാൻ പറഞ്ഞു യുക്ത കൺട്രോൾ, നിയമങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ, ഒരു ഡിസിപ്ലിൻ. കാര്യം ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഭക്തിയിൽ അത്യാവശ്യമാണ്. ആക്ച്വലി എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിസിപ്ലിൻ വേണമെന്നുള്ളത്. അല്ലാതെ ഇങ്ങനെ അഴിച്ചുവിട്ട പോലെ പോയി കഴിഞ്ഞാൽ ആ ഡിസിപ്ലിൻ ഇല്ലാത്തൊരു കാര്യം ഭക്തിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം സത്വഗുണത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഡിസിപ്ലിൻ. സത്വഗുണം മിനിമം ഒരു ഭക്തനെ സംബന്ധിച്ച് വേണ്ടതാണ്.
സത്വഗുണങ്ങൾ. സത്വഗുണത്തിലെ ഒരു കാര്യമാണ് ഡിസിപ്ലിൻ, പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിൻ. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നു. അതായത് അതിനെ മാറ്റി വെച്ച് നാളെ എന്ന് പറഞ്ഞിട്ട് അത് ആ നാളേക്കൊരു അവസാനമില്ല. അത് എന്നും നടക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും ഒരു ചിട്ട കൊണ്ടുവന്ന് എല്ലാത്തിനും സമയം കൊടുത്ത് നമ്മൾ ഒരു ശ്രദ്ധയോടുകൂടി എപ്പോഴും, അതുകൊണ്ട് എപ്പോഴും ഒരു ബോധത്തോടു കൂടി ഇരിക്കുക. അതാണ് പറയുന്നത്, എപ്പോഴും ബോധത്തോടു കൂടി. അല്ലാതെ ലോകം ഓടുന്നതനുസരിച്ച് നമ്മൾ ഓടേണ്ട ആവശ്യമില്ല. നമ്മൾ ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് ഓടിയാൽ മതി, ഭഗവാൻ പറയുന്നതനുസരിച്ച് ഓടുക. ഗുരു സാധു ശാസ്ത്രം, ഇതാണ് നമ്മുടെ എല്ലാം. ഗുരു എന്ന് പറയുന്നു, അതായത് ഗുരു സാധു ഗുരു എന്ന് പറഞ്ഞാൽ ശുദ്ധ ഭക്തരാണ്. ഭഗവാന്റെ പ്രതിനിധികളാണ് അവരൊക്കെ. അതുപോലെ ഭഗവാന്റെ ശുദ്ധഭക്തരും തമ്മിൽ അവർ രണ്ട് കൂട്ടരും ആക്ച്വലി നമ്മളെ ഒരേ വഴിക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ വാക്കുകളാണ്, ഭഗവാൻ തന്നിട്ടുള്ളതാണ്. സോ ഇതെല്ലാം ആണ് നമ്മുടെ റെഫറൻസും നമ്മൾ ഫോളോ ചെയ്യേണ്ടതും. ഗുരു സാധു ശാസ്ത്രം പറയുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം. അല്ലാതെ ലോകത്തിൽ 99.9% ആളുകൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആളുകൾ ചെയ്യുന്നതെല്ലാം തലതിരിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ചുറ്റുമുള്ള ആളുകളൊക്കെ ഭഗവാനെ മറന്നുകൊണ്ട് നടക്കുന്നവരായിരിക്കും കൂടുതലും. ആ ഒരു കാര്യം, ആ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു. നമ്മളും ഒരുപാട് അതേപോലെ നടന്നിട്ടുണ്ട്. ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യം കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഈ ഒരു പരമ്പരയിൽ വരാനും ശീലപ്രഭാതും അല്ലെങ്കിൽ നമ്മുടെ ഗുരുജനങ്ങളൊക്കെ നമ്മളെ എത്രമാത്രം ഹെൽപ്പ് ചെയ്യുന്നു ഈ കാര്യത്തിൽ, എത്രമാത്രം പോസിറ്റീവ്ലി നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൈ പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് കൈ തട്ടിത്തെറിപ്പിച്ച് പോകാനാണ് നമ്മൾ നോക്കുന്നത്. അത് ശരിയായിട്ടുള്ളൊരു കാര്യമുള്ള കാര്യം. മുമ്പിൽ മഹാസൗഭാഗ്യം വന്ന് തട്ടിത്തെറിപ്പിക്കുന്ന പോലെയാണ്. ഈ ഒരു ജീവിതം, ഈ ഒരു ജന്മം നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക, ഗുരുവായൂരപ്പന് വേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഇത്രയും കാലം ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ നമ്മുടെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ജീവിച്ചു കഴിഞ്ഞു. ഈ ഒരു ജന്മമെങ്കിലും നമ്മൾ ഭഗവാന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുക. നമ്മുടെ എഫേർട്ടും നമ്മുടെ ശ്രമവും ആത്മാർത്ഥതയും ആണ് ഭഗവാൻ നോക്കുന്നത്. പറ്റുന്ന രീതിയിൽ അത് ചെയ്യുക. ഭഗവാന്റെ മഹാ അനുഗ്രഹം, കൃപ നമ്മുടെ മുമ്പിലുണ്ട്. സോ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു എഫേർട്ട് കാണുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹവും എല്ലാവിധ പിന്തുണയും ഉണ്ടാവും. നമ്മുടെ മുമ്പിൽ തന്നെ ഭഗവാനുണ്ട്, നമ്മളെ മുമ്പിലും കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. സോ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നു, ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ട കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം. ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ചിട്ട വേണം, ഡിസിപ്ലിൻ വേണം എന്നുള്ളതാണ് ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഈ ഒരു കാര്യം നമ്മൾ ഓരോരുത്തരും, ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഓരോരുത്തർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോർമൽ ആളുകൾക്കും ആവശ്യമുള്ളതാണ്, ഭക്തർക്കും ആവശ്യമാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഡിസിപ്ലിൻ ആവശ്യമാണ്, മുതിർന്ന ആളുകൾക്കും ആവശ്യമാണ്, ഭക്തിയിലുള്ളവർക്കും ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്. സോ ഈ ഒരു കാര്യം ഓർത്ത് ഭഗവാന്റെ നിർദ്ദേശം നമ്മൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീ ഭഗവത്ഗീത കി ജായ്, ശില പ്രഭുപാദ് കി ജായ്, ഗുരുവൃന്ദ കി ജായ്, ഗൗര പ്രേമാനന്ദേ. താങ്ക് യു. ശ്രീ ഗുരുവായൂരപ്പൻ की जय, गुरुवायूर धाम की जय. हरे कृष्णा. हरे कृष्णा. हरे कृष्णा प्रभु जी. हरे कृष्णा प्रभु जी. प्रणाम प्रभु जी. प्रणाम प्रभु जी. प्रणाम. हरे कृष्ण प्रभु जी। कृष्णा प्रभु जी. हरे कृष्णा प्रभु जी. प्रणाम. प्रणामम हरे कृष्णा प्रभु. प्रभु जी। हरे कृष्णा. हरे कृष्णा. हरे कृष्णा प्रभु जी.